KPCC പുനഃസംഘടന, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്, ഈ രണ്ട് വിഷയങ്ങൾ വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് പാർട്ടിയിൽ എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം ഇന്ന് വന്നു. അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും പരിഗണിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടേതാണ് പ്രതികരണം കേൾക്കാം ആദ്യം. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനത് വ്യക്തമാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്, ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കുക, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട് എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഓർത്തഡോക്സ് സഭ നേരത്തെ തന്നെ രംഗത്തെത്തിയതാണ്. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ, അബിൻ വർക്കി തുടങ്ങിയവരൊക്കെ ഞങ്ങളുടെ യുവതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തഴയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യ പ്രതികരണങ്ങൾ അവർ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അതിനുശേഷമാണ് ചാണ്ടിയുമ്മൻ ഓർത്തഡോക്സ് സഭാ സ്ഥാനത്തേക്ക് എത്തിയതും ഒരു കൂടിക്കാഴ്ചയും ഒക്കെ നടന്നിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അതിനുശേഷം പ്രതികരണം നമ്മൾ കണ്ടു ചാണ്ടിയുമ്മൻ്റേത്. ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് വിശദാംശങ്ങളുണ്ടോ? അനുജ, കൂടിക്കാഴ്ചയല്ലായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ യുവജന വിഭാഗം സംഘടിപ്പിച്ച ഒരു അവാർഡ് ദാന ചടങ്ങായിരുന്നു. പ്രഗതി എന്നാണ് ആ ചടങ്ങിന്റെ പേരിട്ടിരുന്നത്. ആ പരിപാടിയിലേക്ക് ചാണ്ടി ഉമ്മനെ മുഖ്യ അതിഥിയായി, വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുകയായിരുന്നു. എന്തായാലും സഭാ ആസ്ഥാനത്തെത്തിയ ചാണ്ടി ഉമ്മൻ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ ചാണ്ടിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഗീവർഗീസ് മാർ യൂലിയോസ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. അതായത് ചാണ്ടിയും അബിൻ വർക്കിയും എല്ലാം സഭയുടെ യുവത്വമാണ്, അവർ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സജീവമായി ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരാണ്. എന്നാൽ സഭാമക്കളെ തഴയുന്നത് ശരിയല്ല. പല സ്ഥലങ്ങളിലും അങ്ങനെ ചില സംഭവങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. എന്തായാലും സഭയുടെ പൂർണ്ണ പിന്തുണ ഈ രണ്ടുപേർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യവും കൂടി ഈ മെത്രാപ്പോലിത്ത പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെയും അതുപോലെ തന്നെ ഉപാധ്യക്ഷനെയും ഒക്കെ നിശ്ചയിച്ചപ്പോൾ അബിൻ വർക്കിക്ക് വലിയ അവഗണനയുണ്ടായി എന്ന് പരസ്യമായി തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് KPCC പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മനും കാര്യമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന K ശിവദാസൻ നായരെ പോലെയുള്ളവർക്കും പരിഗണന ലഭിക്കാതെ വന്നതോടുകൂടിയാണ് അതൃപ്തി ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം അബിൻ വർക്കിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയെ മാറ്റിയതിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്ന് ചാണ്ടി പറഞ്ഞു. അത് പിന്നീട് ഒരു വലിയ വിവാദമായി മാറി. അതിനുശേഷം അത് വിവാദമായ പശ്ചാത്തലത്തിൽ ചാണ്ടി അതിനെ തിരുത്തിക്കൊണ്ട് ഇന്നലെ രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ഇങ്ങനെയൊക്കെ തിരുത്തി രംഗത്ത് വരുമ്പോഴും ചാണ്ടിക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സഭയുമായി ചേർന്ന് നിൽക്കുന്ന, ഓർത്തഡോക്സ് സഭ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവഗണന നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഭ രംഗത്ത് വന്നത്. എന്നാൽ ചാണ്ടി ഇക്കാര്യത്തിൽ പറഞ്ഞ മറുപടി, താൻ പാർട്ടിക്കാരനാണ്, പാർട്ടി പറയുന്നത് പോലെ തന്നെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ പറയും എന്ന് മാത്രമാണ് ചാണ്ടി പ്രതികരിച്ചത്. എന്തായാലും ഇതിൽ വലിയ ചർച്ചകൾ ഇനിയും നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പടക്കം രംഗത്ത് വരുമ്പോൾ ഓർത്തഡോക്സ് സഭയുടേതടക്കമുള്ള നിലപാടുകൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വം അടക്കം ഇതിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ക്ഷോഭത്തോടെ തന്നെയാണ് സംസാരിച്ചത് ചാണ്ടി ഉമ്മൻ. അതിൽ അബിൻ വർക്കിയെ തഴഞ്ഞത് ശരിയായില്ല, അദ്ദേഹത്തിന് അർഹതയുണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള KPCC പുനഃസംഘടനയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. അദ്ദേഹം പ്രതീക്ഷിച്ചതാണ് സ്ഥാനങ്ങൾ, അവിടെയും അദ്ദേഹത്തിന് സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ കടുത്ത അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണത്, പരസ്യമായി തന്നെയാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞതും. ഒപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ, ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചതും അതിന്റെ സൂചന തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത് പാർട്ടി പരിഹരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അനുനയ നീക്കം, അതിനുള്ള വഴികൾ തുറന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമോ? അതാണ് വലിയ അതൃപ്തി, അസംതൃപ്തിയൊക്കെ പുകയുന്നുണ്ട് കോൺഗ്രസിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നുള്ളതാണ്. അതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അസംതൃപ്തിയുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഇന്നിപ്പോൾ കൂടുതൽ മറനീക്കി പുറത്തു വന്നത്. എന്നാൽ അനുനയ നീക്കത്തിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നതിലേക്ക് നേതൃത്വം കടക്കുകയാണ്. KC വേണുഗോപാലൊക്കെ നേരിട്ടിടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അല്പസമയം മുൻപിന്ന് വന്നിട്ടുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.